മറ്റൊരു വാർത്ത എറണാകുളത്ത് നിന്ന് എറണാകുളം കളമശ്ശേരിയിൽ നിന്ന് 500 കിലോ പഴകിയ ഇറച്ചി പിടികൂടി. കൊച്ചിയിലെ ഹോട്ടലുകളിൽ ഷവർമ ഉണ്ടാക്കാൻ സൂക്ഷിച്ച ഇറച്ചിയാണ് പിടികൂടിയത്. വിവരങ്ങളുമായി അശ്വതി മോൾ ചേരുന്നു. അശ്വതി, അല്പം മുമ്പായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. നടപടികൾ കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ. ഇപ്പോൾ അതിന് പുറകെ ഈ വാർത്ത എത്തുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഫിജി, ഇത് കളമശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിലാണ് ഈ പഴകിയ ഇറച്ചി പിടികൂടിയിരിക്കുന്നത്. 500 കിലോ ഇറച്ചിയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇത് കൈപ്പടമുകളിലെ ഒരു വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവിടെ നിന്നും കൊച്ചിയിലെ വിവിധ ഹോട്ടലുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന, അതായത് ഷവർമ ഉണ്ടാക്കാനും മറ്റുമായി സപ്ലൈ ചെയ്യുന്ന ഈ ഇറച്ചിയാണ് ഇത്. 500 കിലോ എന്ന് പറയുന്നത് വളരെ അഴുകിയ നിലയിലാണ് ഈ ഇറച്ചി ഉണ്ടായിരുന്നത്. ഇതാണ് കൊച്ചിയിലെ പ്രമുഖമായ പല ഹോട്ടലുകളിലേക്കും അതുപോലെ തന്നെ ചെറിയ ഹോട്ടലുകളിലേക്കും തട്ടുകടകളിലേക്കും ഒക്കെ തന്നെ സപ്ലൈ ചെയ്യുന്നത്. വലിയ രീതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത് ആരോഗ്യ വിഭാഗത്തിന്റെ, അതായത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ, ഫുഡ് സേഫ്റ്റി കമ്മീഷന്റെ ഒക്കെ പരിശോധന ദിവസേന ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്നുണ്ട്. അതിന് പുറമെ മുനിസിപ്പാലിറ്റികളും ഈ രീതിയിലുള്ള പരിശോധനകൾ, ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. കളമശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗമാണ് ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. എന്തായാലും മറ്റ് പരിശോധനകളും നമുക്കറിയാം, വ്യാപകമായി സംസ്ഥാനമാകെ പരിശോധനകൾ നടക്കുന്നുണ്ട്. അത് ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും തട്ടുകടകളും ഒക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്ന പരിശോധനകൾ നടക്കുന്നുണ്ട്. അത് എറണാകുളം ജില്ലയിലും ദിവസേന നടക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ആ പരിശോധനകൾ നടക്കാറ്. ദിവസേന 3-4, അതായത് ശരാശരി 5 ഹോട്ടലുകൾക്കെങ്കിലും ഈ ദിവസേന നോട്ടീസ് നൽകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത്രയധികം ഹോട്ടലുകൾക്ക് നോട്ടീസും അതുപോലെ തന്നെ പല ഹോട്ടലുകൾക്കും ദിവസേന പൂട്ട് വീഴുന്ന ഒരു കാഴ്ച നമുക്ക് കൊച്ചിയിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അതുപോലെ തന്നെ തട്ടുകടകളും ഒക്കെയുള്ള ഒരു കേന്ദ്രമാണ് കൊച്ചി. പല ആളുകളും, അതായത് പുറത്തു നിന്നുള്ള മറ്റ് ജില്ലയിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ജോലിക്കായി വന്ന് താമസിക്കുന്നു, വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ ആശ്രയിക്കുന്നത്, മിക്കവാറും ആശ്രയിക്കുന്നത് ഈ ഹോട്ടലുകളെയൊക്കെ തന്നെയാണ് ഭക്ഷണത്തിനായിട്ട്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലെ ഭക്ഷണത്തിനൊക്കെ. ആ രാത്രികാലങ്ങളിൽ ഇവിടെ കൂടുതലും ഇത്തരത്തിലുള്ള നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ് കൂടുതലായി നമുക്ക് ലഭ്യമാകുക. ആ ഒരു സാഹചര്യം കൂടി എടുക്കുമ്പോൾ ഇത് അതിഭീകരമായ ഒരു പ്രശ്നമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. കാരണം ദിവസേന ശരാശരി 5 ഹോട്ടലുകൾക്ക് കൂട്ട് വീഴുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ ഡേറ്റയിൽ നിന്ന്, ഇത്ര ദിവസം നടത്തിയ പരിശോധനയുടെ ഒരു ഡേറ്റ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല ഹോട്ടലുകൾക്കും നോട്ടീസ് നൽകുന്നുണ്ട്. അതായത് ന്യൂനതയുടെ തീവ്രതയുടെ അടിസ്ഥാനത്തിലാണ്. എത്രത്തോളം ന്യൂനത ഒരു ഹോട്ടലിൽ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് പിഴ, അതുപോലെ തന്നെ മറ്റ് നിയമ നടപടികൾ ഒക്കെ ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ പിടിച്ചിരിക്കുന്ന 500 കിലോ പഴകിയ ഇറച്ചി, അത് അഴുകിയ നിലയിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയും ഇറച്ചി കണ്ടെത്തിയത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഇത്തരത്തിൽ ഹോട്ടലുകളിൽ മാത്രമല്ല, മറ്റ് ഗോഡൌണുകളിലും അതുപോലെ തന്നെ ഈ ഇറച്ചി സംഭരിക്കുന്നത്, ഇതിപ്പോ ഒരു വീട്ടിൽ നിന്നാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള മറ്റ് സംഭരണ മേഖലകളും അതുപോലെ തന്നെ സംഭരിക്കാനുള്ള വിവിധ ഷെൽട്ടറുകളും ഒക്കെ ഈ കൊച്ചി നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള കേവലം ഉള്ള ഒരു പരിശോധന മാത്രമല്ല വേണ്ടത്, ഇത് എവിടെയൊക്കെ ഇത് സംഭരിക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി വിപുലമായ പരിശോധനയാണ് ഈ വിഷയത്തിൽ ആവശ്യമായി വരേണ്ടത്. അതായത് അത്തരത്തിലുള്ള പരിശോധനകളാണ് വേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടെത്തലാണ് ഇന്ന് കളമശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. സിറ്റി, കളമശ്ശേരിയിൽ 500 കിലോ പഴകിയ ഇറച്ചി ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തിരിക്കുന്നു. വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം.